എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങയും വൻപയറും കൊണ്ട് ഒരു കൂട്ടാനുണ്ടാക്കാം. അതിനായിട്ട് ഇവിടുത്തെ ഉപ്പിട്ട് പയറ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി മത്തങ്ങ നമുക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ പുറത്തെ തൊലി അങ്ങ് ചെത്തി കളയണം. കട്ടി കുറഞ്ഞ തൊലിയാണെങ്കിൽ നമുക്കെടുക്കാം. അതവിടെ വേകുന്നുണ്ട്. മത്തങ്ങ ഞാൻ വേകാൻ വെച്ചു. ഇനി നമുക്കിതിന് വേണ്ടി ഒരു അരപ്പുണ്ടാക്കാം. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ഇച്ചിരി ഉള്ളി, ഇത്ര സാധനം നമുക്കൊന്ന് അരച്ചെടുക്കാം. ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, അരമുറി സവാള. ആദ്യം ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കണം. തേങ്ങ തിരുമ്മിയ തേങ്ങ അല്ല, അതുകൊണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കാം. ചട്ടി ചൂടായി. 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച പയറും വേവിച്ച് വെച്ച മത്തങ്ങയും കൂടി ഇട്ടു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സാധനങ്ങളും വെന്തതാണ്, വലുതായിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരച്ച അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അരപ്പ് വേകാൻ വേണ്ടി നമുക്കിച്ചിരി തീ കത്തിക്കാം. ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും കൂടി ഇടുക. മത്തങ്ങയ്ക്കകത്തും പയറിനകത്തും ഉപ്പിട്ടതാണ്. ഇച്ചിരി കുറവുണ്ടാകൊണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തേ. ഇനി ഇത് അരപ്പ് വേകാനായിട്ടൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നല്ലപോലെ തിള വന്നു. ഒരു പിടി തേങ്ങയും കരിയാപ്പിലയും ഒരു വറ്റൽമുളകും കൂടെ വറുത്തെടുത്തതാണേ. അത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനൊരു കൂട്ടാനാണേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.